ഹായ് ഫ്രണ്ട്സ്, പനോളി കാർസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളെ കജ്ജിൽ നല്ലൊരു അടിപൊളി ഇന്നോവ എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി ഇന്നോവ സ്റ്റോക്ക് ഉണ്ട്. 2014 മോഡൽ, 1,35,000 കിലോമീറ്ററുടെ സർവീസ് ഹിസ്റ്ററിയിൽ ഒരു ക്ലീൻ വണ്ടി കേട്ടോ. അപ്പോൾ ഈ വണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ടാണ് നമ്മൾ വന്നത്. നല്ലൊരു കിടിലൻ ക്വാളിറ്റി ഇന്നോവക്ക് അന്വേഷിച്ച് നടക്കുന്ന ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ വണ്ടി. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് നമ്മൾ വന്നത് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടന്നാൽ നമ്മളെ ഷോപ്പിന്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. പിന്നെ ഇതേപോലെ ഒരു 10 ഇന്നോവ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. 80,000 കിലോമീറ്ററുടേത് 2012 മോഡൽ സ്റ്റോക്ക് ഉണ്ട്. അതേപോലെ 1,30,000 2012 അങ്ങനെ ഏകദേശം ഒരു 10ഓളം വാഹനങ്ങൾ 15, 14 വി ഒക്കെ സ്റ്റോക്ക് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അറിയേണ്ടി വരും. താഴെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ വിളിച്ചാൽ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യും. ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. വാഹനത്തിന്റെ എക്സ്റ്റീരിയറിന്റെ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് എക്സ്റ്റീരിയറിന്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. എക്സ്റ്റീരിയർ കാരണം എക്സ്ട്രാ നീറ്റാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഓരോ സൈഡും നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ബോഡി ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലൊക്കെ വരുമ്പോൾ ക്രോം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വി ഓപ്ഷനിൽ വരുന്ന മിറർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡത്തെ വ്യൂ ഒക്കെ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിലാണ് വണ്ടി ഉള്ളത്. അങ്ങനെ ഡെൻറ്റോ ഓവർ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്കത്തെ വ്യൂ നോക്കുമ്പോഴും ഏകദേശം ഒരു 70% എപ്പോഴും ഈ വാഹനത്തിൽ കമ്പനി പെയിന്റ് ആണ്. 1,35,000 കിലോമീറ്റർ സർവീസ് ഹിസ്റ്ററിയുള്ള വാഹനം കേട്ടോ. ബോഡി ഭാഗം കാര്യങ്ങളൊക്കെ അത്രയും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം കമ്പനി പെയിന്റ് ആണ്. അതിന്റെ ആ ഒരു ക്വാളിറ്റി വണ്ടിക്ക് മൊത്തത്തിൽ എല്ലാ സൈഡ് നോക്കുമ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഇതിന്റെ ഇന്റീരിയർ സൈഡ് നോക്കുമ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ളത്. പിന്നെ സ്റ്റീരിയോ കാര്യങ്ങൾ ആഡ് ചെയ്തിരുന്നു വാഹനത്തിൽ. 7 സീറ്റ് വാഹനം കേട്ടോ. ബാക്കത്തെ ഒരു വ്യൂ ഒക്കെ നോക്കുമ്പോൾ ഇതാണ് ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്ക് സൈഡും കാര്യങ്ങളും കുഴപ്പമില്ല. റൂഫ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് തന്നെയാണ്. 1,35,000 കിലോമീറ്റർ നിലവിൽ വാഹനം റൺ ചെയ്തിട്ടുള്ളൂ. അതേപോലെ ടയറിന്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ 4 ടയറും അത്യാവശ്യം ഒരു 70% ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് മൊത്തത്തിൽ വണ്ടിന്റെ എക്സ്റ്റീരിയർ ഇന്റീരിയർ കണ്ടീഷൻ പറയാനുള്ളത്. വണ്ടി നോക്കുമ്പോൾ എന്താ നല്ല ഷേപ്പിംഗ് കാര്യങ്ങൾ ബോഡി കാര്യങ്ങളൊക്കെ. ഇനി ഒരു വാഹനത്തിന്റെ എഞ്ചിൻ സൈഡ് കാണിച്ചു തരാം. ഒരു വാഹനത്തിന്റെ എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ വരുന്നത് ഓയിൽ ലീക്ക് കാര്യങ്ങളില്ല. മെയിൻ സൈഡിലൊക്കെ നോക്കുമ്പോഴും ഇതാ ഈ പേസ്റ്റിങ്ങും പഞ്ചിങ്ങും ഒക്കെ കറക്റ്റ് കമ്പനി എന്ന പോലത്തെ ആക്സിഡന്റ് വർക്ക് കാര്യങ്ങൾ എടുത്തിട്ടില്ല. ഈ ഒരു സൈഡൊക്കെ വരുമ്പോൾ ഇതാ കമ്പനി പേസ്റ്റിങ്ങും പഞ്ചിങ്ങാണ്. ഈ സൈഡ് അപ്രോണും ഈ കവിള് സൈഡൊക്കെ നോക്കുമ്പോഴും ഇവിടെ ഒന്നും ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ഈ സൈഡ് നോക്കുമ്പോഴും ഇവിടെ ഒന്നും ആക്സിഡന്റ് ആയിട്ട് വർക്ക് എടുത്തിട്ടില്ല. ഇവിടെയൊക്കെ കറക്റ്റ് കമ്പനി പേസ്റ്റിങ്ങും പഞ്ചിങ് തന്നെയാണ്. ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വൃത്തിക്കാണ് വണ്ടി കൊണ്ടുവരുന്നത് മൊത്തത്തിൽ ബോണറ്റും കാര്യങ്ങളും. അപ്പോൾ ഈ വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിങ്ങനെ എഞ്ചിൻ സൈഡ്, ഇന്റീരിയർ സൈഡ്, അതേപോലെ ബോഡി ഭാഗം ഫുൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വിട്ടുപോയെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്ന കേരള നമ്പറിൽ 9,10,000 രൂപയാണ്. നിലവിലിപ്പോൾ NOC കാര്യങ്ങളൊക്കെ ഇഷ്യൂ ആയിരിക്കുന്ന വാഹനത്തിന് പ്രൈസിൽ ചെറിയ വില കൂടുതലുണ്ട്. പക്ഷേ ഇതേ വണ്ടി 8,35,000 രൂപക്കും കൊടുക്കാൻ പറ്റിയ വണ്ടി. പക്ഷേ ഈ വണ്ടിയെ വില കൊടുക്കുമ്പോൾ അത്ര ഹൈ ക്വാളിറ്റി, ഒരു കേരള വണ്ടിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്ര ക്വാളിറ്റിയിലെ വണ്ടിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 70% കമ്പനി പെയിൻ്റാണ് ഈ വണ്ടിയുമുള്ളത്. ബോഡി ഷേപ്പും ഭാഗങ്ങളും എല്ലാ ഭാഗങ്ങളും നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ വണ്ടി ഇൻട്രസ്റ്റ് കോൺടാക്ട് ചെയ്തോളി. അതേപോലെ 2015 മോഡൽ 16 രജിസ്ട്രേഷൻ ഒരു വണ്ടി കൂടി നമുക്ക് സ്റ്റോക്ക് വരാനുണ്ട്. 9,20,000 രൂപക്ക് ആ വണ്ടി കൊടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. എന്തെങ്കിലും പോരായ്മ നമ്മൾ വീഡിയോസിലുണ്ട്, എന്തെങ്കിലും കമൻറ്റുകളായി രേഖപ്പെടുത്തണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ അവർക്കും താങ്ക് യു.